മുന്നോട്ട് വരുന്ന മനോഗതം. ഖൈറുക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ മനുഷ്യനാരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ആരാണ്? അവന്റെ ആയുർ ദൈർഘ്യം അല്ലാഹു തആല ആവശ്യത്തിന് അയാൾക്ക് കൊടുക്കുകയും അതോടുകൂടെ ഹസുന അമലുഹു, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മേത്തരം ഉത്കൃഷ്ടമാവുകയും ചെയ്തു. അങ്ങനെയുള്ള സച്ചരിതനാണ് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ. ഖൈറുക്കും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ ആ മനുഷ്യനിലേക്ക് അങ്ങനെ ചേർത്ത് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ്? ഉള്ളിൽ നന്മയുള്ളതുകൊണ്ട്. ദേഷ്യവും വാശിയും ഒക്കെ ആണെങ്കിൽ വേറുള്ളവരെ നമ്മൾ ആ രീതിയിൽ കാണും. അതുകൊണ്ടാണ് ഒരു സഹാബി പരിശുദ്ധ നബിയോട് വന്നിട്ട് പറയാൻ, ഔസ്വിനി യാ റസൂലല്ലാഹ്, പരിശുദ്ധ ഗുരുവേ, എന്റെ നായകരെ, എന്റെ നാഥരെ, എന്റെ പരിശുദ്ധ ഗുരുവേ, അള്ളാഹുവിന്റെ ഹബീബേ, ഞാൻ ഈ ലോകത്ത് ജയിക്കണം, അതിനാവശ്യമായ ഒരു ഒറ്റമൂലി, എനിക്കൊരു വിജയമന്ത്രം അങ്ങൊന്ന് കുറിച്ചു തരുമോ നബിയേ? അള്ളാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ ആ സഹാബിയുടെ മുഖത്ത് നോക്കി മറുപടി പറയാണ്, ലാ തഗ്ളബ്, ഞാൻ നീ ചോദിച്ച കാര്യം നിനക്ക് തിരിച്ചു തരികയാണ്. നീ ഈ ലോകത്ത് ശ്രദ്ധിക്കേണ്ടത് ദേഷ്യമില്ലാതെ ജീവിക്കണം, ഒരാളോട് അപരവിദ്വേഷമില്ലാതെ ജീവിക്കണം, ഒരാളെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാതെ ജീവിക്കാൻ നോക്കണം, ഒരാളോട് വിദ്വേഷജനകമായ വാക്കുച്ചരിക്കാതെ ജീവിക്കാൻ ശീലിക്കണം. ദേഷ്യമാണ് ലോകത്തെ എല്ലാവിധ ഷർറുകളെയും കൊണ്ടുവരുന്നത്. ചില ആളുകൾ നല്ല മധുരമുള്ള വർത്താനം പറയും, അല്ലേ? ഹംസ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി ചരിത്രത്തിൽ കാണാം. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് പിന്നെ പുലർക്കാലത്ത് ഒരു ഓമനപ്പേര് കൊടുക്കുക. എന്താ കൊടുത്ത ഓമനപ്പേര്? ഹംസത്തു സുക്കരി. സുക്കരി ഹംസ. എന്താ ഈ സുക്കരി ഹംസ എന്ന് പറയാൻ കാരണം? ഈ ഹംസ എന്ന് ഉമ്മയും ബാപ്പയും പേരിട്ട ഈ മഹാനായ മനുഷ്യന് നാട്ടുകാര് ഇങ്ങനെ ഒരു നിക്നെയിം, ഒരു ഓമനപ്പേര് കൊടുക്കാനുള്ള ചേതോവികാരം എന്താണ്? സുക്കരി നമ്മൾ പറയാറുള്ള. ഇപ്പൊ റമദാനൊക്കെ വരാൻ പോവാൻ ഏകദേശം ഇനി കാണുന്ന നിലാവ് റജബിന്റെ നിലാവാണ്. ഇനി ആകാശഗംഗയിൽ ഒരു ക്ലോക്കിന്റെ പെൻഡുലം പോലെ പ്രത്യക്ഷപ്പെടുന്ന ബയോളജിക്കൽ ക്ലോക്കിന്റെ ഘടികാര സൂചിയാകുന്ന ചാന്ദ്രിക രാത്രിയിലെ ചന്ദ്രക്കല, അത് ഏതിൻ്റെതാണ്? അത് റജബിന്റെതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. റജബ് തുടികൊട്ടി ഉണർത്തിയതോടുകൂടെ നമ്മൾ കേൾക്കുന്ന ശബ്ദം അത് റമദാനിന്റെ ശബ്ദമാണ്. ഇനി റമദാന് വരാൻ റജബിന്റെ മാസം കണ്ടാൽ 2 മാസം കൂടി ഉണ്ട്. പക്ഷേ